അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ 25% അധിക താരിഫ് ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ ഡെഡ് എക്കോണമി എന്നാണ് ട്രംപ് പരിഹസിച്ചത്. രാജ്യത്തിൻ്റെ കയറ്റുമതിയെ ട്രംപിൻ്റെ ഈ തീരുമാനം നന്നായി ബാധിക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ പുതിയ താരിഫ് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ്. നോക്കാം. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ 25% താരിഫ് കേരളത്തിൻ്റെ കയറ്റുമതി വ്യവസായത്തെ എങ്ങനെ ബാധിക്കും? കേരളത്തിൻ്റെ പ്രധാന കയറ്റുമതി മേഖലകളായ സീ ഫുഡ്, കയർ, കശുവണ്ടി എന്നിവയിലെല്ലാം ആഘാതങ്ങൾ എത്രത്തോളമായിരിക്കും? 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ജൂലൈ 30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് പ്രഖ്യാപിച്ചത്. ഇത് ഓഗസ്റ്റ് 1 മുതൽ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. താരിഫ് മാത്രമല്ല, റഷ്യയിൽ നിന്നും എണ്ണയും ആയുധവും വാങ്ങിയതിൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യക്കുമേൽ അധിക ശിക്ഷാ നടപടികളും ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഉയർന്ന താരിഫും വ്യാപാര നിയന്ത്രണങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തടസ്സമാണെന്നാണ് ട്രംപിൻ്റെ വാദം. മറ്റു ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ 25% എന്നത് ഇന്ത്യക്ക് കൂടുതൽ ബാധ്യതയുണ്ടാക്കുന്നതാണ്. വിയറ്റ്നാമിന് 20%, ഇന്തോനേഷ്യക്ക് 19% താരിഫുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കൻ വിപണിയിൽ കൂടുകയും നമ്മുടെ മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്ന തീരുമാനമാണിത്. രാജ്യത്തെ കയറ്റുമതി മേഖലയിൽ പലരെയും ബാധിക്കുന്ന ഒരു തീരുമാനം. കയറ്റുമതി വ്യവസായത്തിൽ ഒട്ടും മോശമല്ലാത്ത നമ്മുടെ സ്വന്തം കേരളത്തിനും ഇത് അനവധി നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ പോവുകയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ കയറ്റുമതിക്ക് വൻ തിരിച്ചടി നേരിട്ടേക്കും. ഇറക്കുമതി ചെയ്യുന്ന ഓരോ കണ്ടെയ്നറിനും ഇറക്കുമതി ചെലവ് 25% വർദ്ധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കേരള ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കൻ വിപണിയിൽ കൂട്ടേണ്ടി വരും. അമേരിക്കയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാൻ പോവുകയാണെന്നർത്ഥം. മലയാളികൾ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ നമ്മുടെ വിഭവങ്ങൾ വാങ്ങുന്ന ഏഷ്യൻ ഉപഭോക്താക്കൾ അല്പം കൂടി വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ശീലത്തിലേക്ക് മാറിയേക്കാം. മെക്സിക്കോയിൽ നിന്നും മറ്റും വരുന്ന വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറാൻ സാധ്യതയേറെയാണ്. ഉദാഹരണത്തിന് ഒരു കണ്ടെയ്നറിന് $500,000 ഇറക്കുമതി ചെലവ് വരിക എന്നിരിക്കട്ടെ. ഇനി 25% അധിക ഡ്യൂട്ടിയും കൂട്ടിച്ചേർത്ത് $62,000 ചിലവ് വരും. സാധനങ്ങൾക്ക് വില കൂടിയാലേ രക്ഷയുണ്ടാകൂ. വില കൂട്ടിയാൽ വിപണിയിൽ ആവശ്യക്കാർ കുറയാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ 60% ഗുണഭോക്താക്കളും അമേരിക്കയിലെ മലയാളികളാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ശീതീകരിച്ച വിഭവങ്ങളും അരിയും മറ്റു വിഭവങ്ങളുമെല്ലാം മാസം തോറും നിരവധി കണ്ടെയ്നറുകൾ കയറി കൊച്ചിയിൽ നിന്നും കപ്പൽ കയറി അമേരിക്കയിലെത്തുന്നുണ്ട്. വർഷം 250 കോടിയുടെ കയറ്റുമതിയാണ് നടക്കുന്നത്. ഇതിൽ ഇടിവ് വന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ കയറ്റുമതി വ്യവസായത്തിൽ സീ ഫുഡ്, കയർ, കശുവണ്ടി, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെ നിരവധി പ്രധാന മേഖലകളുണ്ട്. കേരളത്തിൻ്റെ സീ ഫുഡിൻ്റെയും കയറിൻ്റെയും ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപ്പന്നം അത് ചെമ്മീനാണ്. കേരളത്തിൻ്റെ 65 മുതൽ 70% വരെ വരുന്ന അക്വാകൾച്ചർ ചെമ്മീൻ അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. $400 കോടി ചെമ്മീൻ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നിലവിലുണ്ട്. ഇക്വഡോർ അടക്കമുള്ള മറ്റു രാജ്യങ്ങളും US-ലേക്ക് ചെമ്മീൻ കയറ്റി അയക്കുന്നുണ്ട്. 25% താരിഫ് വരുന്നതോടെ ഇന്ത്യൻ ചെമ്മീനിന് വില കൂടും. ആളുകൾ സീ ഫുഡ് ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചേക്കാം. ഇത് കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളെ, കർഷകരെ വരെ ഉപജീവനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. കയർ വ്യവസായവും ഒരു വലിയ ആഘാതം നേരിടുന്നുണ്ട്. ആലപ്പുഴയിൽ മാത്രം 25,000-ലധികം ആളുകൾ കയർ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. താരിഫ് മൂലം കയർ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില കൂടുകയാണെങ്കിൽ കയറ്റുമതിക്കാർ അസംസ്കൃത വസ്തുക്കൾ എടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഉൽപ്പാദനം തുടങ്ങിയേക്കാം. അതിനവർ നിർബന്ധിതരായേക്കാം. ഇത് കേരളത്തിലെ കയർ വ്യവസായത്തിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കശുവണ്ടി കയറ്റുമതിക്കാർക്കും വെല്ലുവിളികൾ ഏറെയാണ്. കേരളത്തിലെ പ്രമുഖ കശുവണ്ടി കയറ്റുമതിക്കാരായ വെസ്റ്റേൺ ഇന്ത്യ കാഷ്യൂ കമ്പനിയുടെ പ്രസിഡന്റ് ഹരികൃഷ്ണൻ നായർ പറയുന്നതനുസരിച്ച് അമേരിക്കൻ ക്ലയന്റുകൾ താരിഫിന്റെ അധിക ചെലവ് അത് കയറ്റുമതി ചെയ്യുന്നവർ തന്നെ വഹിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നാണത്രേ. കൂടാതെ ഭാവി ഓർഡറുകൾ മാറ്റിവെക്കുന്നതായും
റിപ്പോർട്ടുകളുണ്ട്. ഇത് വിപണിയിൽ വിലക്കുറവും ലാഭനഷ്ടവും ഉണ്ടാക്കിയേക്കാം. സുഗന്ധവ്യഞ്ജനങ്ങൾക്കും അമേരിക്ക കേരളത്തെ നന്നായി ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ പല വിഭവങ്ങളിലും ഇന്ത്യയോടൊപ്പം ചൈനയാണ് അമേരിക്കയിൽ മത്സരത്തിനുള്ളത്. ചൈനയ്ക്ക് 51% തീരുവ ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം കേരളത്തിൻ്റെ കയറ്റുമതിക്ക് ചൈന ഒരു ഭീഷണിയല്ല എന്ന് പറയാം. അമേരിക്കയിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കും ഇതിലേറെ വില കൂടാൻ സാധ്യതയുണ്ട്. വിദഗ്ധർ പറയുന്നതനുസരിച്ച് കേരളത്തിൽ നിന്ന് മറ്റു വിപണികളിലേക്ക് കൂടി കയറ്റുമതി വൈവിധ്യവൽക്കരിക്കണമെന്നാണ്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, യൂറോപ്പ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൂടി പുതിയ അവസരങ്ങൾ കണ്ടെത്തേണ്ടി വരും. കൂടാതെ ഇന്ത്യ-US വ്യാപാര കരാറിനായുള്ള ചർച്ചകളും വേഗത്തിലാക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ കയറ്റുമതി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. തുറമുഖങ്ങൾ, കോൾഡ് സ്റ്റോറേജുകൾ, ഡിജിറ്റൽ ട്രാക്കിംഗ് ഇവയെല്ലാം ശക്തിപ്പെട്ടു വരികയാണ്. നമ്മൾ ആഗോള ഭീമന്മാരോട് മത്സരക്ഷമതയുള്ളവരാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയും നമ്മൾ വേഗത്തിൽ മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.